ആള് കൊണ്ടുവന്നു ഞാൻ സുരേഷ് ഗോപി എന്നെ വരണമെന്ന് ഞാൻ പറയുള്ളൂ. ആരായാലും ഇലക്ഷൻ വോട്ട് ചെയ്യാത്ത ആളാ. ജയിക്കാൻ സാധ്യതയില്ല. എന്താ അഭിപ്രായം പറയ് താമറി. സുരേഷ് ഗോപി ജയിക്കാൻ ബുദ്ധിമുട്ടാ തൃശ്ശൂര്. ലാസ്റ്റ് ഘട്ടത്തിൽ എന്താ വെച്ചാൽ LDF-ഉം UDF-ഉം കൂടിയാണ് വെക്കും. സുരേഷ് ഗോപി ആള് നല്ല മനുഷ്യൻ തന്നെ. പക്ഷെ 7 മണ്ഡലം LDF-ന്റെ നിയമസഭയില് LDF നിൽക്കുമ്പോ ലോക്സഭയിലെ കാരണം നിയമസഭയില് 2ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അതുകൊണ്ട് ജയിക്കണമെന്നില്ല. കാരണം 7 നിയമസഭയിലും LDF അല്ലേ മുൻഗണന. ഇപ്പോൾ MLA-മാര് LDF-ന്റെ MLA-മാരുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ചാൻസ് കുറവാണ്. അപ്പൊ തൃശ്ശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപി എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, കാണുന്നുണ്ടോ? സുരേഷ് ഗോപി എടുക്കാൻ സാധ്യതയില്ല. പിന്നെയും LDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് സാധ്യത കുറവാണ്. സുരേഷ് ഗോപി നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ടല്ലോ പള്ളിയിലൊക്കെ. വർക്കിങ്ങൊക്കെ ഇപ്പൊ മറ്റുള്ളവർ വർക്ക് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വർക്കാണ് ഇപ്പൊ മുന്നിലിട്ട് നിൽക്കുന്നത്. അപ്പൊ വർക്കൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ വോട്ട് കിട്ടുമെന്ന് സാധ്യത കുറവാന്ന് തോന്നുന്നു. തൃശ്ശൂര് വികസനം വരണം തന്നെയാണ് എല്ലാവരും അഭിപ്രായം. മാറി മാറി വരുന്ന MP-മാരായിട്ട് ഇവിടെ പ്രത്യേകിച്ച് വികസനമൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ സുരേഷ് ഗോപി പിന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ഭരണമായതുകൊണ്ട് തൃശ്ശൂരിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും വിചാരിക്കാം. മോദിയുടെ ഭരണ നേട്ടങ്ങളും കേരളത്തിലെ ഭരണ തകർച്ചയും ജനങ്ങൾ വില കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മടുത്തു, LDF-നെ കൊണ്ട് മടുത്തു എന്നുള്ളതാണ് ജനങ്ങളുടെ റിപ്പോർട്ട്. ഇത്തവണ എന്തായാലും BJP തൃശ്ശൂർ കൊണ്ടുപോകും. ഈ സുരേഷ് ഗോപി അധികാരത്തിൽ വരണമെന്ന് എന്താണ് അഭിപ്രായം, എന്താണ് ഉണ്ടാവാൻ കാരണം? ഒരുപാട് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപി സ്വന്തമായിട്ടുള്ള അതുകൊണ്ട്. കുറേ ഓപ്പറേഷനും അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കലും എല്ലാം ചെയ്തു. അപ്പോൾ ഈ തവണ തൃശ്ശൂർക്കാരെ എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ തൃശ്ശൂരില് മുന്നോട്ടുള്ള ഇലക്ഷനിൽ തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞിട്ട് പരിഹാസങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരാളായിരുന്നു സുരേഷ് ഗോപി. ഇത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടത്തിൽ എന്താ വെച്ചാൽ LDF-ഉം UDF-ഉം കൂടിയാണ് വെക്കും. എന്നിട്ട് BJP തകർക്കുക എന്നുള്ളതാണ് ഈ രണ്ടുപേരുടെയും ലക്ഷ്യം. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഉണ്ടായി. ഈ തവണ എന്തായാലും BJP കൊണ്ടുപോകും, സുരേഷ് ഗോപി കൊണ്ടുപോകും മാത്രമാണല്ലേ? തീർച്ചയായിട്ടും. അത് ജനങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപി കൊടുത്തു. അതിനെന്തെങ്കിലും പറയാന്നുള്ളത് മാത്രം, അത്രേ ഉള്ളൂ. എന്താ അഭിപ്രായം പറയ് താമറി. സുരേഷ് ഗോപി ജയിക്കാൻ ബുദ്ധിമുട്ടാ തൃശ്ശൂര്. ഇവിടെ സുനിൽ കുമാർ ജയിക്കുള്ളോ. അത് തൃശ്ശൂരിന്റെ ഒരു ചങ്ക് ബ്രോ. അത് അതിനെ വിട്ടിട്ടുള്ള ഒരു കളി തൃശ്ശൂർകാർ വരണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി തന്നെ വരണം. കാര്യമായിട്ട് ഒരു മാറ്റം എപ്പോഴും വേണം. പണ്ടത്തെ ആൾക്കാർ അരിവാളും ചുറ്റിയും കണ്ട് അതിൽ കുത്തി. അതല്ല ഇന്നത്തെ കേരളം. അപ്പൊ കാണാണെങ്കിൽ മാറ്റം വരാൻ ഒരാൾ കൊണ്ടുവന്നു ഞാൻ സുരേഷ് ഗോപി തന്നെ വരണമെന്ന് ഞാൻ പറയുള്ളൂ. ആരായാലും ഇലക്ഷൻ വോട്ട് ചെയ്യാത്ത ആളാ. പറഞ്ഞ ആളാ. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം വോട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപി നിൽക്കേണ്ടത് മാത്രല്ല, ഒരു മാറ്റം വരാനായിട്ട് BJP ഒന്ന് കുത്തി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്.